അതായത് പാലക്കാട് ലോറിയിൽ നിന്ന് ആന ഇറങ്ങി ഓടി. പട്ടാമ്പി നേർച്ചയ്ക്ക് എത്തിച്ച ആനയാണ് ഇറങ്ങി ഓടിയത്. വഴിയിലെ കൂടെ വീടുകളും കടകളും ആന തകർത്തതായി പരാതിയുണ്ട്. വിശദവിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേർന്നു. ഗോകുൽ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ കാര്യമായി ഉണ്ടാക്കിയോ? അതായത് ഇന്ന് രാവിലെ 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. പട്ടാമ്പി നേർച്ചയ്ക്ക് ശേഷം തിരികെ പോവുകയായിരുന്ന ആന ലോറി ഡ്രൈവർ ടൗണിൽ വെച്ച് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ ഇറങ്ങി ഓടുകയായിരുന്നു. പുലർച്ചെ ഏകദേശം 4 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു അമ്പാട്ട് വീട്ടുമുറ്റത്ത് വെച്ച് ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തളയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പാപ്പാന്മാരും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾക്ക് ആനയുടെ അക്രമത്തിൽ പരിക്കേറ്റു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരവും വരുന്നുണ്ട്. അത് സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. 2 പശുക്കളെയും ഒരാടിനെയും ആന ആക്രമിച്ചു എന്നും പറയുന്നു. ഒരു വീടിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഈ വടക്കേക്കാട് തൊട്ട് ഇങ്ങോട്ട്, അതായത് ആന നീങ്ങുകയായിരുന്നു. ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് ആന സഞ്ചരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ 2 സ്ഥലങ്ങളും തമ്മിൽ, ആന ഇപ്പോൾ കണ്ടെത്തിയ അമ്പാട് തമ്മിൽ ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. അത്രയും ദൂരം ആന സഞ്ചരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. രാവിലെ ഏകദേശം ഒരു 4 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും പാലക്കാട്ടെ ജനങ്ങൾ തന്നെ, നഗരത്തിലുള്ള ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. കാരണം പുലർച്ചെ തന്നെ ഇത്തരത്തിലൊരു ആന വന്ന് സംഘർഷം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് നാട്ടാനയാണ്. ഇത്തരത്തിൽ പട്ടാമ്പി നേർച്ച കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. കാലിൽ ചെങ്ങര, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആനയെ കണ്ടെത്തിയത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഇനി ആനയെ തളച്ച് തിരികെ ലോറിയിൽ കയറി കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ വലിയൊരു പ്രശ്നം തന്നെയാണ് ഉണ്ടായത്. രാവിലെ പുലർച്ചെ ഇത്തരത്തിൽ ആനയ്ക്ക് എങ്ങനെ ഈ ലോറിയിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞു, ഇത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ കഴിഞ്ഞു, പാപ്പാന്മാരുടെയൊക്കെ കണ്ണുവെച്ചിട്ട് എങ്ങനെ നടക്കാൻ കഴിഞ്ഞു, അതിൽ ശ്രദ്ധക്കുറവ് ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ പാപ്പാന്മാർ ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആനയെ ഇതുവരെയും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞു. ആദ്യ മണിക്കൂറുകളിൽ ഇതായിരുന്നില്ല. വലിയൊരു ആശങ്കയായിരുന്നു. ഒരു ആന ഇറങ്ങി പോയി എവിടെയാണെന്ന് കണ്ടെത്താൻ കൂടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ആന എവിടെയാണ്, അമ്പാട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരാൾക്ക് പരിക്ക് പറ്റി എന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത വിവരവും വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ ആധികാരികത കൂടി ആവശ്യമുണ്ട്. എന്നാലും അത്തരത്തിലൊരു വിവരം, ഒരാൾക്ക് പരിക്ക് പറ്റി എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഈ സ്വാഭാവികമായും രാവിലെ പുലർച്ചെ ഉണ്ടാകുന്ന ഇത്തരത്തിൽ സംഭവങ്ങളിൽ ഒരുപക്ഷെ ആനയ്ക്ക്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ആനയ്ക്ക് മുന്നിൽ വന്ന ആർക്കെങ്കിലും ആയിരിക്കാം പരിക്ക് പറ്റിയത്. ഏതായാലും ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൂടി വരാനുണ്ട്.